സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ തിരുവനന്തപുരം ഇഞ്ചിവിള സ്വദേശി സുരേഷ്. ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ അരയ്ക്ക് താഴെ തളർന്നു. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 15 ലക്ഷത്തിലധികം രൂപയാണ് വേണ്ടത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടാണ് കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എൻ്റെ കുടുംബത്തെ പറ്റാൻ അന്നം തേടിപ്പോയ സമയത്ത് ഞാൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും എനിക്കെൻ്റെ ചലനശേഷി അരയ്ക്ക് താഴെ നഷ്ടപ്പെട്ട് ചലനശേഷി വീണ്ടെടുക്കാനോ പറ്റിയില്ല. ചികിത്സ പരാജയപ്പെട്ടു. സർജറി ചെയ്താൽ 85-90% എൻ്റെ ചലനശേഷി വീണ്ടെടുക്കാൻ പറ്റുമെന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് ഉറപ്പ് പറഞ്ഞും സർട്ടിഫിക്കറ്റ് തന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, അവർക്ക് ഞാൻ മാത്രമല്ല മറ്റാരുമില്ല. അതിന് ഞാൻ ഈ കിടക്കയിൽ നിന്ന് എണീറ്റെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ഒന്ന് അവർക്ക് ഒന്ന് തുണയാകണമെങ്കിൽ എൻ്റെ ഈ സർജറി ചെയ്തേ പറ്റൂ. എല്ലാം നഷ്ടപ്പെട്ട് സഹായിക്കേണ്ട പലരുടെയും മുന്നിൽ കൈനീട്ടി യാചിച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുന്നത് വെച്ചാണ് നിങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. $15 ലക്ഷം രൂപയാണ് ഇത്ര ഭാരിച്ച തുക. ഞാനിവിടെ കിടന്ന് സ്വീകരിച്ചാൽ പറ്റില്ല. ദയച്ചത് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഒരു മകനായി, ഒരു സഹോദരനായി ഞാൻ നിങ്ങളുടെ കാലൊടിച്ച് കിടന്ന് യാചിക്കുകയാണ്. ഒരു മാർക്കും ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്ന് സഹായിക്കുന്നത് സഹോദരങ്ങളെ, ഒന്ന് സന്മനസ് കാണിക്കുന്നത് ഇളയ കുടുംബത്തോട്. സുരേഷിനെയും കുടുംബത്തെയും പ്രേക്ഷകർ കൈവിടില്ലെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം അൽ അമീൻ, 24 തിരുവനന്തപുരം. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. കാരണം ഇത് ആർക്കും എപ്പോഴും വരാവുന്നതാണ്. നമ്മളൊരു ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ചെലവുണ്ടാകുമെന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, ദൈനംദിന ചെലവുകൾക്കും ആ കുടുംബം ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എത്രമാത്രം സഹായിക്കാൻ പറ്റും, അത് ചെറുതായാലും വലുതായാലും സഹായം ചെയ്ത് സുരേഷിനെയും കുടുംബത്തെയും പിന്തുണയ്ക്കും എന്നാണ് പ്രതീക്ഷ. നമ്മുടെ പ്രേക്ഷകരെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ പ്രേക്ഷകരും നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് സുരേഷിൻ്റെ കുടുംബത്തിനൊരു സഹായം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ പകച്ചു പോകുന്ന ഒരവസ്ഥയാണ്.